തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അതിരാമം ഞങ്ങൾ പാടാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിന്റെ സ്നേഹം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നല്ലൊരു സമയം നൽകിയ നല്ല നാഥന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുക. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത് പരമോന്നത ഉദാഹരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അത് ചിന്തയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 3-13-14 വാക്യങ്ങളാണ്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്നു പറഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരു ഡാനിഷ് പൊതു കാര്യാലയത്തിന് മുകളിൽ ജർമ്മൻകാരുടെ നാസി പതാക ഞാൻ പാറി പറക്കുന്നത് കണ്ടു. അത് കണ്ടത് ഡെൻമാർക്കിലെ ക്രിസ്ത്യൻ 10ാം രാജാവ് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹം ഉടൻ തന്നെ ജർമ്മൻ കമാൻഡിനെ വിളിച്ചു ഇപ്രകാരം പറഞ്ഞു, പതാക വേഗം താഴെ ഇറക്കാൻ പറഞ്ഞു. കമാൻഡർ അത് വിസമ്മതിച്ചു. അപ്പോൾ മറ്റൊരു പട്ടാളക്കാരൻ പോയി അതിനെ താഴെ ഇറക്കുന്നൊക്കെ വേണം രാജാവ് നിർബന്ധിക്കുക. എന്നാൽ അവനെ വെടിവെച്ച് കൊല്ലുമെന്ന് ഈ കമാൻഡർ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, ഞാൻ അങ്ങനെ കരുതുന്നില്ല, ഞാൻ തന്നെ പോയി ആ പതാക എന്ത് ചെയ്യാൻ പോവുകയാണ്, താഴ്ത്തി കെട്ടുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. തന്നെ സ്നാനപ്പെടുത്തുവാൻ യേശു യോഹന്നാനോട് ആവശ്യപ്പെട്ടപ്പോൾ മരുഭൂമിയിലെ പ്രസംഗകൻ വിസമ്മതിക്കുന്നു. നമ്മൾ ഇപ്പോൾ കേട്ടതായ ആ ചരിത്രഭാഗം, ഒരു പട്ടാളക്കാരൻ ആണ് ആ പതാക താഴ്ത്തി കെട്ടാൻ പോവുകയാണെങ്കിൽ കമാൻഡർ വെടിവെച്ചു കൊല്ലുന്നു പറഞ്ഞു. പക്ഷെ രാജാവ് പറഞ്ഞു, ഞാൻ നേരിട്ട് ചെല്ലുകയാണെങ്കിൽ എന്നെ വെടിവെക്കാനോ കൊല്ലുവാനോ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ യോഹന്നാനോട് ആവശ്യപ്പെട്ടപ്പോൾ മരുഭൂമിയിലെ പ്രസംഗകൻ എന്ത് ചെയ്തു? വിസമ്മതിക്കുകയാണ്. എന്നാൽ സ്നാനത്തിന്റെ കൽപ്പനയ്ക്ക് ദൈവിക അനുമതി നൽകിയ ക്രിസ്തു നിർബന്ധിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്തു. യോഹന്നാൻ സ്നാനമേൽക്കുവാനായി യേശു വരുന്നു. യോഹന്നാനേക്കാൾ വലിയവൻ യേശുവാണ്. ആ യേശു പറയാ, എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ പറയാ, അല്ലല്ല, നിന്നാലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. അപ്പോൾ യേശു പറഞ്ഞത് ഇപ്രകാരമാണ്, ഇപ്പോൾ സമ്മതിക്ക എന്ന് പറഞ്ഞ് യോഹന്നാനാൽ യേശു സ്നാനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് ഏവർക്കും മനസ്സിലാകും. പ്രത്യേകിച്ച് പാപരഹിതനായിരുന്ന യേശു സ്നാനം സ്വീകരിച്ചതിനാൽ പാപികളായ നാം അവന്റെ കാൽ ചുവടുകൾ പിന്തുടരേണ്ടതാണ്. ഭൂമിയിലെ ക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാനത്തിൽ അവൻ ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചു, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. മത്തായി 28-19-20 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാകുന്നതിന് സ്നാനം ഒരാവശ്യമാണ്. മാത്രമല്ല യേശുവിന്റെ നിയോഗം അത് വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുവന്റെ ജീവിതത്തിലെ ഭരണാധികാരം സാത്താനിൽ നിന്ന് മാറ്റി യേശുവിലേക്ക് മാറിയെന്ന് എന്ത് ചെയ്യണം? പ്രകടമാക്കണം.
ഒരു തെളിവാണ് സ്നാനം. അതുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? ഒരു മാതൃക നമുക്ക് വച്ചേച്ചു പോയത്. അവന്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, സ്നാനത്തിലേക്ക് ചുവട് വെച്ചതിന് ചിലർക്ക് വധഭീഷണിയുണ്ട്. സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, സ്നാനത്തിന് വേണ്ടി പഠിക്കുമ്പോൾ, സ്നാനത്തിന് വേണ്ടിയുള്ള ബൈബിൾ പഠനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? വിമുഖത ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അതിന് പിന്തിരിപ്പിക്കുന്ന ചില ശക്തികൾ, അത് ആരുടെയാണ്? പിശാചിന്റെ വധഭീഷണിയിലുണ്ട്. എന്നാൽ വിശ്വാസത്തോടുകൂടെ നാം അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മനസ്സുണ്ടുവെങ്കിൽ തീർച്ചയായും അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു പൈതലായി തീരും. ഇതിന് മാറ്റമില്ല. ഇപ്പോൾ അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണിലടയ്ക്കാം. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, നല്ല ദൈവമേ, ഈ മനോഹരമായ ഈ പ്രഭാതത്തില് ഞങ്ങൾ പരമോന്നതമായ ഒരു ഉദാഹരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. യേശുവിനോട് ചേരുവാൻ സ്നാനം ആവശ്യമാണ്. പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ ഭരണാധികാരത്തിൽ നിന്ന് യേശുവിലേക്ക് മാറി എന്നുള്ള ഒരു പ്രകടനമാണ്, വിശ്വാസമാണ് സ്നാനം. അതിലേക്ക് എത്രയും വേഗം യേശുവിനോട് ചേരുവാൻ, സ്നാനപ്പെടുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കും ദൈവമേ. അതിനായി ഞങ്ങൾ ഉപയോഗിക്കണമേ. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അതിനായി ഒരുക്കണം, അനുഗ്രഹിക്കണം. രാജ്യത്തിന്റെ ഈ വലിയ സുവിശേഷം ഇതാണ്. ഇതിനായി ഞങ്ങൾ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.